ന്യൂസ് 16 കേരള. ലബനനിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണ പരമ്പര. 100-ലേറെ മരണം, 400-ലേറെ ആളുകൾക്ക് പരിക്ക്. ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രയേലിന്റെ സൈനിക നീക്കം തുറന്ന യുദ്ധത്തിലേക്ക്. ലബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100-ലേറെ ആളുകൾ കൊല്ലപ്പെട്ടു. 400-ലേറെ ആളുകൾക്ക് പരിക്കുണ്ട്. 300-ലേറെ ഹിസ്ബ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ തിങ്കളാഴ്ച നരനായാട്ട് നടത്തിയത്. തെക്കൻ മേഖലയിലെ ബെക്ക താഴ്വര മുതൽ കിഴക്കൻ മേഖല വരെ അരമണിക്കൂറിനകം 80 തവണ വ്യോമാക്രമണം നടന്നതായി ലബനൻ ദേശീയ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാൻ തെക്കൻ ലബനനിലെ എല്ലാ ആശുപത്രികൾക്കും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. അത്യാഹിത വിഭാഗത്തിൽ പരിക്കേറ്റെത്തുന്നവർക്ക് ചികിത്സ നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം. തിങ്കളാഴ്ച രാവിലെ മുതൽ നടന്ന വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് 100 കണക്കിന് ആളുകളാണ് ആശുപത്രികളിൽ എത്തുന്നത്. തെക്കൻ ലബനനിലും ബെയ്റൂത്തിലും സ്കൂളുകൾക്ക് 2 ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലബനനിലെ ബിന്ത് ജബൈൽ, ഐദറോൺ, മജ്ദൽ സേലം, ഹുല, തൗറ, ഹാരിസ്, നബിജെറ്റ്, താറയ്യ, ഷംസ്റ്റാർ, ഹർബദ, ലിബയ്യ, സോഹമോർ എന്നീ നഗരങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേൽ ആക്രമണം. നേരത്തെ വടക്കൻ ഇസ്രയേൽ ഭാഗത്ത് ലബനനുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് മാത്രമായിരുന്നു ആക്രമണമെങ്കിൽ ഇന്ന് വ്യാപക ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത്. അതിനിടെ വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉടൻ ഒഴിയണമെന്ന് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് IDF ലബനനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആളുകളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ നിന്ന് 80,000-ത്തിലധികം കോളുകൾ ലഭിച്ചതായി ലബനൻ ടെലികോം ഓപ്പറേറ്റർ ഗൈറയുടെ തലവൻ ഇമാദ് ഗ്രീഡി പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആളുകളെ പേടിപ്പിച്ചോടിക്കാനും ലബനനിൽ നാശവും കുഴപ്പവും ഉണ്ടാക്കാനുമുള്ള ഇസ്രയേലിന്റെ മനഃശാസ്ത്രപരമായ യുദ്ധമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത്തരത്തിലൊരു സന്ദേശം തന്റെ ഓഫീസിന് ലഭിച്ചതായി ലബനൻ ഇൻഫർമേഷൻ മന്ത്രി സ്ഥിരീകരിച്ചു. 80,000-ത്തിലേറെ ഇത്തരം കോളുകൾ വന്നതായി ഔദ്യോഗിക ടെലികോം സേവനദാതാക്കളായ ഒഗേറോ അറിയിച്ചു. ഒഴിയാനുള്ള നിർദ്ദേശത്തിന് പിന്നാലെ ആളുകൾ വീടുകൾ വിട്ട് മറ്റു പലയിടങ്ങളിലേക്കും പോവുകയാണ്. സിവിലിയന്മാരുടെ സുരക്ഷ അപകടത്തിലായതിനാൽ ഇസ്രയേലിന്റെ ആക്രമണം അവസാനിപ്പിക്കാൻ നയതന്ത്ര തലത്തിൽ ശ്രമങ്ങളുണ്ടാകണമെന്ന് ലബനനിലെ UN കോർഡിനേറ്റർ ആവശ്യപ്പെട്ടു. ആക്രമണ പരമ്പരയെ തുടർന്ന് തെക്കൻ മേഖലയിൽ നിന്ന് ആളുകൾ വടക്കൻ ഭാഗത്തേക്ക് ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുകയാണ്. ഇസ്രയേലിൻ്റേത് വംശഹത്യയാണെന്ന് ലബനനിലെ കാവൽ പ്രധാനമന്ത്രി അപലപിച്ചു. ലക്ഷ്യം നേടുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി യോവ് ഗാലന്റ് വ്യക്തമാക്കി. അതുവരെ തദ്ദേശവാസികൾ സുരക്ഷിത സ്ഥലങ്ങളിൽ തുടരണമെന്നും ഗാലന്റ് ആവശ്യപ്പെട്ടു. ഹിസ്ബുള്ളയ്ക്കെതിരായ പേജർ സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിൽ യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തിരുന്നു. രാജ്യത്ത് ഹിസ്ബുള്ള ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1000-ഓളം പേജറുകളാണ് ഒരേ സമയത്ത് പൊട്ടിത്തെറിച്ചത്. മൊസാദ് വഴിയാണ് സ്ഫോടനത്തിന് ഇസ്രയേൽ കരിനീക്കം നടത്തിയതെന്ന റിപ്പോർട്ടുകളും പിന്നാലെ പുറത്തുവന്നു. പേജറുകളിൽ സ്ഫോടക വസ്തു സ്ഥാപിച്ചായിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും കാറ്റിൽ പറത്തിയുള്ള ഇസ്രയേലിന്റെ ഓപ്പറേഷൻ. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.